ഇവിടെ പോറ്റിക്കിപ്പോൾ പുറത്തിറക്കാൻ കഴിഞ്ഞു. ഒരു ആശ്വാസം കോൺഗ്രസ്സുകാർക്കുണ്ട്. ഇനി വീണ്ടും മേലേസും എടുത്ത് സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റിക്ക് പോകാൻ കഴിയില്ല എന്ന ഒരാശ്വാസമുണ്ട്. എങ്ങനെയാണ്? ജൻപത് 10 ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ചില വീടുകളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ജൻപത് 10. അവിടെയാണ് സോണിയാഗാന്ധിയുടെ താമസം. അവിടെയാണ് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾക്ക് മുഖം കാണിക്കാൻ കഴിയാതെ തിരിച്ചു പോരേണ്ടി വന്നിട്ടുള്ളത്. അവസരം കിട്ടിയിട്ടില്ല. അവിടെയാണ് പോറ്റിയും ഇവിടുത്തുകാർ രണ്ടാളെയും നിങ്ങൾക്കറിയാലോ. രണ്ടുപേരും ഇപ്പോഴത്തെ പാർലമെന്റ് അംഗങ്ങളാണല്ലോ. രണ്ടുപേരും കൂടി അവിടെ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴോ ഈ മൂന്നാൾക്ക് പുറമെ വേറൊരാൾ കൂടെ. അതാര്? ബെല്ലാരിക്കാരൻ. അറിയില്ലേ? അദ്ദേഹത്തിന്റെ പേര് ഗുണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ സ്വഭാവത്ര ഗുണമല്ല. ഇവിടെ അയ്യപ്പന്റെ സ്വർണം കട്ടയാളും അത് വാങ്ങിയ ആളും എല്ലാം കൂടി നേരെ സോണിയാഗാന്ധിയുടെ അടുത്തെത്തുകയാണ്. ഇതല്ലേ ചിത്രം? എങ്ങനെ എത്താനായി? എന്താണ് അത്ര വലിയ സ്വാധീനം പോറ്റിക്ക് അവിടെ? ഏതായാലും ഈ കൂടെ പോയവരല്ല കൊണ്ടുപോയത് എന്ന് അവർ തന്നെ വ്യക്തമാക്കി. ഇവരിൽ ചിലർ പറഞ്ഞല്ലോ, അയ്യോ ഞങ്ങളല്ല പോയത്, പോറ്റി വിളിച്ചിട്ട് ഞങ്ങൾ പോയതാണെന്ന്. പോറ്റിക്ക് വിളിക്കാൻ മാത്രമുള്ള അവകാശം, സ്വാതന്ത്ര്യം അതെവിടുന്ന് കിട്ടി? എന്താണ് കോൺഗ്രസും പോറ്റിയും തമ്മിലുള്ള ബന്ധം? എന്താണ് കോൺഗ്രസും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം? ഈ കേസിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു? ആദ്യം രമേശ് ചെന്നിത്തലയല്ലേ? ആ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ കാര്യം ഏതെല്ലാം വഴിക്കാണ് നീങ്ങുന്നത് നമുക്കറിയാവോ? രമേശ് ചെന്നിത്തലയാണല്ലോ അത് വ്യക്തമാക്കിയത്. ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങളെ കൈകൾ ഇതിൽ ശുദ്ധമാണ്. ഇവിടെ ഒരാശങ്കയുമില്ല, ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്ത ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിന്റെ ഭാഗമായുള്ള ശക്തമായ നടപടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചു വരുന്നത്. അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കുന്നത് ഹൈക്കോർട്ടുമാണ്. ഹൈക്കോർട്ടിനെയാണോ BJP ആണോ കോൺഗ്രസിന് വിശ്വാസം? ഇത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോ CBI വരണം എന്ന് പ്രതിപക്ഷ നേതാവും BJP കോൺഗ്രസും പറയുകയാണ്. എന്താ അതിന്റെ പിന്നിൽ? ഹൈക്കോടതിനേക്കാളും വിശ്വാസം BJPയിലായോ?